ഭയാനകമായ ഒരു സമയമാണ് ഈ കഴിഞ്ഞ ഒരു ദശകം ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. നരേന്ദ്രമോദി ഭരിച്ച ഈ 10 വർഷങ്ങൾ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ 2014 തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ഉടനെ തന്നെ നിരവധി അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത് BJPയും സംഘപരിവാറും. യുക്തിവാദികൾ ആക്രമിക്കപ്പെട്ടു, എഴുത്തുകാർ, പത്രപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു, നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിൽ MM കൽബുർഗി, ദാബോൽക്കർ, ഗൗരി ലങ്കേഷ്, അങ്ങനെ നിരവധി ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഗോരക്ഷയുടെ പേരിൽ നിരവധി ആൾക്കാർ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ 2014 തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ഉടനെ തന്നെ നമ്മൾ കണ്ടത് തുടക്കത്തിൽ അഖ്ലാഖ് കൊല്ലപ്പെട്ടു, പിന്നീട് പെഹലു ഖാൻ കൊല്ലപ്പെട്ടു, റഹബർ ഖാൻ, ഉമർ ഖാൻ, ഇതിനടുത്ത് നാസിർ, ജുനേദ് എന്നിവർ മേവാത്ത് എന്ന പ്രദേശത്ത് ഇന്ത്യൻ ഡൽഹിയിൽ നിന്ന് അധികം ദൂരമില്ല, ഒരു 2 മണിക്കൂർ അകലെ ഉള്ള മേവാത്ത് എന്ന പ്രദേശത്ത് നിരവധി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കർഷകരെയാണ് കൊന്നൊടുക്കിയത് ഗോരക്ഷയുടെ പേരിൽ. പക്ഷെ ഇവർ പശുക്കളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നിരവധി വർഷങ്ങളായി കാലാകാലമായി അവര് പശുക്കളെ വളർത്തി അതിൽ നിന്നാണ് ആദായം നേടിയെടുക്കുന്നത്. അവർക്കെതിരെ അക്രമം അഴിച്ചുകൊണ്ട് എന്തെന്നാൽ സംഘപരിവാർ RSS പറയുക ഈ അവർക്കൊരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഗോഹത്യ നടത്തുന്നു എന്നാണ്. പക്ഷെ അവിടെ മേവാത്തിൽ സ്ഥിതി അതല്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് നല്ല രീതിയിൽ ഈ പശുക്കളെ വളർത്തിക്കൊണ്ട് അതിൽ നിന്ന് ആദായം നേടിക്കൊണ്ട് ജീവിച്ചു വരുന്നത്. അതില്ലാതാക്കാൻ, ആ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ വർഗീയ ധ്രുവീകരണത്തിനൊപ്പം തന്നെ 2014 നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും BJPയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും നല്ല നാളുകൾ വരും, അച്ഛേ ദിൻ ആയെങ്കിൽ എന്ന വാഗ്ദാനം. എല്ലാ ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം കൊണ്ടുവരും, കള്ളപ്പണം ഇല്ലാതാക്കും, എല്ലാം തിരിച്ചു കൊണ്ടുവരും, സ്വിസ് ബാങ്കിലും മറ്റുമില്ല, കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും, കർഷകർക്ക് ആദായം ഇരട്ടിപ്പിക്കും, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും, വില കയറ്റം, എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില ആകാശം തൊടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. തൊഴിലില്ലായ്മ ഇല്ലാതാക്കും, എല്ലാ വർഷവും 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും, കർഷകന്റെ കടം എഴുതിത്തള്ളും, കർഷകന് കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും കീടനാശിനിയൊക്കെ സബ്സിഡിയോടെ കുറഞ്ഞ വിലക്ക് നൽകും, കൃഷിക്ക് ആവശ്യമായ വായ്പ കുറഞ്ഞ പലിശക്ക് നൽകും, എല്ലാ കൃഷിയിടങ്ങളിലോട്ടും വെള്ളം എത്തിച്ചു നൽകും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു ഒരു മുദ്രാവാക്യം. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സർക്കാരാണ് ഈ 10 വർഷം ഇന്ത്യയിൽ ഭരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ 10 വർഷം കലിയുഗത്തെക്കാൾ ഭയാനകമായ ഒരു ദശകമാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ഈ 10 വർഷങ്ങൾക്കിടയിൽ കാർഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. 10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം ഏകദേശം 4.5 ലക്ഷത്തോളം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇത് സർക്കാരിന്റെ കണക്ക്. സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ്. നിരവധി ആൾക്കാരാണ് ഇതിൽ, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല. ചുരുങ്ങിയത് ഒരു 10 ലക്ഷം പേരെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും ഈ 10 വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അത്രയും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു.
കടക്കെണിയിൽപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇത് ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ മാനവ ചരിത്രത്തിൽ എവിടെയും വേറൊരു രാജ്യത്തും ഇത്രയും, അതിൽ ഇസ്രയേലിലോട്ട് ഏറ്റവും ഒരു യുദ്ധ ഭൂമിയിലോട്ട് ഇന്ത്യൻ തൊഴിലാളികളെ അയക്കുന്ന, ഒരു വിധത്തിലും ഒരു സുരക്ഷയില്ലാതെ അയക്കുന്ന ഒരു ദിശയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കൾ തൊഴിൽ ആവശ്യപ്പെട്ട് സമരമുഖത്തോട്ട് വരുമ്പോ അഗ്നിവീർ എന്ന ഒരു കോൺട്രാക്ട് വ്യവസ്ഥ, ഇന്ത്യൻ പട്ടാളത്തിലോട്ട് 4 വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന രീതി, അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ BJP-യുടെ മധ്യപ്രദേശിലത്തെ നേതാവ് കൈലാസ് വിജയരാഘവ പറഞ്ഞത് BJP ഓഫീസുകളിൽ ചൌക്കിദാറാവും, വാച്ച്മാനായി ജോലി കിട്ടും എന്നാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മഹത്യയുടെ കണക്ക് പറഞ്ഞതിൽ വേറൊരു കണക്ക് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 10 വർഷങ്ങൾക്കിടയിൽ 50,000-ത്തിലധികം യുവാക്കൾ, പഠിച്ച് ഡിഗ്രിയൊക്കെയുള്ള യുവാക്കൾ ജോലി ഇല്ലാത്തത് കാരണം ആത്മഹത്യ ചെയ്ത കണക്ക് പോലും കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ വരുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ സ്ഥിതി ഇന്ന്. പക്ഷെ ഈ 10 വർഷങ്ങൾക്കിടയിൽ മറ്റെന്തൊക്കെ നടന്നിരിക്കുന്നു? നിരവധി ആൾക്കാർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ബഹുത് ഹോ ഗയാ മഹിളാ പർ അത്യാചാർ അബ് കി ബാർ മോദി സർക്കാർ എന്നായിരുന്നു ഒരു മുദ്രാവാക്യം. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്ന്. പക്ഷെ എന്താ ഈ 10 വർഷങ്ങൾക്കിടയിൽ കാണുന്നത്? കട്ടുവയില് ഒരു ചെറിയ പിഞ്ചു കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഹാത്രസിൽ നടന്നു, ഒരു ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊല്ലപ്പെടുത്തി. അതിനെതിരെ സമരം ചെയ്യുന്നവരെ ജയിലിൽ അടക്കുന്ന ഒരു സമീപനമാണ്. നിരന്തരം ഈ സർക്കാരിനെതിരെ സമരം ചെയ്തു വരുന്ന ആൾക്കാരെ ജയിലിൽ അടക്കാൻ, അടിച്ചമർത്താൻ ഉള്ള ഒരു ശ്രമമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസാനം തൊട്ടടുത്ത കാലത്ത് പ്രബീർ പുർക്കായിസ്റ്റ എമർജൻസി കാലത്തിൽ, ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ എമർജൻസി കാലത്തിൽ അതിനെതിരെ പൊരുതിക്കൊണ്ട് ജയിൽ കഴിയേണ്ടി വന്ന പ്രബീർ പുർക്കായിസ്റ്റ എമർജൻസി കഴിഞ്ഞപ്പോ ഒരു ഷാ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഷാ കമ്മീഷൻ എടുത്തു പറഞ്ഞ ഒരു കേസാണ് പ്രബീർ പുർക്കായിസ്റ്റന്റെ. അങ്ങനെ ഒരു സഖാവിനെ, ന്യൂസ് ക്ലിക്ക് എന്ന ഒരു മീഡിയ നടത്തിക്കൊണ്ടിരുന്ന ഒരു സഖാവിനെ ജയിലിൽ അടച്ചിരിക്കുന്നു, UAPA കുറ്റം ചുമത്തിക്കൊണ്ട്. അതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി, അതിനു മുമ്പ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED-യെയും CBI-യും കസ്റ്റംസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ BJP-ക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാം എന്നാണ് ഈ സർക്കാർ കണക്കിലാക്കുന്നത്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ BJP-ക്ക് അനുകൂലമായ ഒരു നിലപാട് എന്ന് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അതാണ് സാഹചര്യം. ആ സാഹചര്യത്തിൽ 2016-ൽ എല്ലാവർക്കും നല്ല നാൾ എന്ന് വാഗ്ദാനം ചെയ്ത് വന്ന ഒരു സർക്കാർ 2016-ൽ നോട്ട് റദ്ദാക്കിക്കൊണ്ട്, നമ്മൾ ഇതൊന്നും മറന്നുകൂടാ. ഓരോന്നും എണ്ണി ചോദിക്കേണ്ടതുണ്ട്. ഇവർ വോട്ട് ചോദിക്കാൻ വരുമ്പോ ഓരോന്നിലും എണ്ണി ചോദിക്കേണ്ടതുണ്ട്. നോട്ട് റദ്ദാക്കിക്കൊണ്ട് എത്ര ആൾക്കാരാണ് ഈ നാട്ടിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്? ആ നോട്ട് മാറ്റാനായി ലൈനിൽ നിന്നുകൊണ്ട് എത്ര ആൾക്കാർ, 100-ലധികം ആൾക്കാരാണ് മരണപ്പെട്ടത്. GST കാരണം ദുരിതം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ ചെറിയ കടകൾ നടത്തുന്ന ആൾക്കാർ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കട്ടെ. കാർഷിക മേഖല എടുത്താൽ തന്നെ, ഒന്ന്, ഞാൻ ജനിച്ചത് കണ്ണൂർ കരിവള്ളൂരാണെങ്കിലും പഠിച്ചൊക്കെ ബാംഗ്ലൂരും ഡൽഹിയിലുമാണ്. അപ്പൊ മലയാളം സംസാരിക്കുമ്പോ ചില പരിമിതികളുണ്ട്. എന്നാലും കർണാടകയിൽ ഒരു ചൊല്ലുണ്ട്, അതിന് അതേ രീതിയിലുള്ള ഒരു ചൊല്ല് മലയാളത്തിലും ഉണ്ട്. പക്ഷെ കർണാടകയിലുള്ള ചൊല്ല് അത് നേരെ
വളരെ ഷാർപ്പായിട്ട് എല്ലാവരും ചൊല്ലാം. എന്താണ്? അച്ഛൻ മരിച്ചാൽ, അപ്പം മരിച്ചാൽ നല്ലതാണ്, ചത്തോർ ഹോട്ടലിലെ പരിപ്പ് വട കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. എന്താണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ നിലപാട്? കേരളത്തോട് അവഗണനയല്ല, കേരളത്തിന് അവകാശപ്പെട്ടത് നൽകാതിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ. ആ സാഹചര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും, ഈ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കഴുകന്മാരെ മാതിരി എങ്ങനെയെങ്കിലും ഈ ദുരിതം, ഈ കേരളത്തിന് അവകാശപ്പെട്ട തുക നൽകാൻ, അതിനെ രാഷ്ട്രീയ കലർത്തിക്കൊണ്ട് നേട്ടമുണ്ടാക്കാമെന്നാണ് അവർ കരുതുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. നെല്ലിന്റെ ഒരു താങ്ങുവില 2183 നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം നിർണയിച്ചിരിക്കുന്നത്. കേരളത്തിൽ എത്രയാണ്? 2850, ഏകദേശം 2850 ഈ തൊട്ടടുത്ത കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ എത്രയാണ്? അവിടെ 2850 ഉണ്ടോ? 2850 കർണാടകയിലുണ്ടോ? കർണാടകയിൽ 2183 കൊടുത്തുകൊണ്ട് കർണാടക സർക്കാർ സംഭരിക്കുന്നുണ്ടോ? കോൺഗ്രസ് സർക്കാർ സംഭരിക്കുന്നുണ്ടോ? ഇവർ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും സംഭരിക്കുന്നില്ല. ഈ 2183 പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. തമിഴ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പഴയ കർഷക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് കെ വരദരാജൻ പറയും, സീനി സക്കരെ സിത്തപ്പ എന്ന് പറയുമ്പോ എഴുത്തിലെ എഴുതി നക്കപ്പ എന്ന് പറഞ്ഞവർ. കുട്ടികൾ അമ്മാവനോട് മിഠായി ചോദിക്കുമ്പോ ഒരു ചെറിയ കടലാസ് തുണ്ടിൽ മിഠായി എന്ന് എഴുതി നക്കിക്കോ എന്ന് പറയുന്ന മാതിരിയാണ് മോദിയുടെ ഈ താങ്ങുവില. സംഭരിക്കുന്നില്ല ഇവിടെ. ഞാൻ ബീഹാറിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്ന ഒരു കർഷക സംഘത്തിന്റെ പ്രവർത്തകനാണ്. ബീഹാറിൽ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് സർക്കാർ നിയന്ത്രിത മാർക്കറ്റുകൾ ഇല്ലാതാക്കി. അവിടെ നെല്ല് സംഭരിക്കുന്നില്ല, 1 കിലോ പോലും നെല്ല് സംഭരിക്കുന്നില്ല. കർഷകന് എന്താ വില കിട്ടുന്നത്? നെല്ലിന് 800 രൂപ, 1000, കൂടിപ്പോയാൽ 1200 മാത്രമാണ്. അതിനപ്പുറം ആർക്കും കിട്ടുന്നില്ല. പക്ഷെ താങ്ങുവില 2183 എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പക്ഷേ LDF സർക്കാർ 2850 നൽകിക്കൊണ്ട് നെല്ല് സംഭരിക്കുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക നൽകാതിരിക്കുന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രതിസന്ധി വന്നു. ബി ജെ പിയും കോൺഗ്രസും കഴുകന്മാരെ പോലെ അതൊരു ഇവിടുത്തെ LDF സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാ ചെയ്യും. അതിൽ മാത്രമല്ല, ഈ ഇടുക്കി ജില്ലയിൽ കുരുമുളകിന്റെ വില, തേയിലയുടെ വില, റബ്ബർ കർഷകരുടെ സ്ഥിതി, ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്, ചോദ്യങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. മനോരമയിലോ മറ്റോ 20 സീറ്റിൽ 20 സീറ്റും UDF എന്ന് പറഞ്ഞിരിക്കുന്ന പോലും മനോരമയിൽ നിന്ന് വേറെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ആയിരക്കണക്കിന് കോടി കാശ് വാങ്ങിച്ച ബി ജെ പിയും കോൺഗ്രസുമാണ്. അവർ മനോരമയല്ല, ഈ റബ്ബർ മേഖലയിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന MRF-ൽ നിന്നും അപ്പോളോ ടയർസിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. CPIM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊടുത്ത കേസാണ്. ഇലക്ട്രൽ ബോണ്ടിൽ അത് പുറത്തു വന്നിരിക്കുന്നു. അപ്പോളോ ടയർസും MRF-ഉം കോൺഗ്രസിനും BJP-ക്കും കാശ് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? കർഷകർക്ക് ന്യായമായ വില ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് വില കൂടാതിരിക്കാൻ വേണ്ടി അങ്ങനെ നയങ്ങൾ സ്വീകരിക്കണം. എന്തിന് ആസിയാൻ കരാർ എന്തിനു വന്നു? ആസിയാൻ കരാറിനെതിരെ ഇടതുപക്ഷം
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് പ്രതിരോധം കൊണ്ടുവന്നു. അന്ന് അതിനെ എതിർത്ത ആൾക്കാരാണ് കൂടുതലും. ഇന്ന് ചിലർ, കണ്ണൂരും മറ്റും ചിലർ, അന്ന് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർ ഇന്ന് CPMന്റെ ഭാഗമായിരിക്കുന്നു. അതിലൊരു സഖാവ് പറഞ്ഞു, എല്ലാ മണ്ഡലത്തിലും പോയി ഈ ആസിയാൻ കരാറിനെ അനുകൂലിച്ച് പ്രസംഗിച്ച ഒരു സഖാവ് അന്ന് കോൺഗ്രസിലായിരുന്നു. അത് നടപ്പിലായപ്പോ സ്വന്തം കൃഷിയിടങ്ങളിലും അതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന ഒരു സഖാവ്. അപ്പൊ ഈ ആസിയാൻ കരാർ വന്നത്, അതിലൊക്കെ കോൺഗ്രസിന്റെയും BJPയുടെയും ഒരു നിലപാട്, ആ നിലപാട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. 2019 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എടുത്ത് നോക്കിയാൽ 2019 കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു, മോദിയുടെ 5 വർഷം ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾ പിന്നോട്ട് പോയി, സർക്കാർ നിയന്ത്രണങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ ഈ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റും. ആസിയാൻ കരാർ വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതുവരെ എഴുതി തള്ളിയിട്ടില്ല, അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. BJPയുടെ നയവും ഒന്ന് തന്നെ. ഇന്ന് 3 കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ 1 വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു സമരം, 380 ദിവസം ഡൽഹിയുടെ അതിർത്തികളിൽ ലക്ഷക്കണക്കിന് കർഷകർ 380 ദിവസം നടത്തിയ ആ സമരം, 738 സമരസഖാക്കളാണ് മരിച്ചു വീണത്. കൊടും തണുപ്പിലും ചൂടിലും കൊടുങ്കാറ്റിലും മഴയത്തും മറ്റും 738 പേർ. പക്ഷെ ആ സമരത്തിനിടയിൽ എവിടെയെങ്കിലും നിങ്ങൾ കോൺഗ്രസിന്റെ കൊടി കണ്ടിട്ടുണ്ട്? ഞാൻ ചോദിക്കുന്നു, ഡീൻ കുര്യാക്കോസിനെ നിങ്ങൾ ഇടുക്കിയിൽ കണ്ടില്ല, നമ്മൾ ഡൽഹിയിലും കണ്ടില്ല. പിന്നെ അയാൾ എവിടെയാ ഈ 5 വർഷം ഉണ്ടായത്? ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? ഇത്രയും വലിയ സമരങ്ങൾ നടക്കുമ്പോ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നടക്കുമ്പോ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്? അതിനെതിരെ എന്തെങ്കിലും സമരത്തിൽ പങ്കെടുത്തു? ഇന്ന് പഴയ ഒരു പത്രവാർത്ത കാണാൻ ഇടയായി, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന് രാഹുൽ ഗാന്ധി ഷഹീൻ ബാഗിലോട്ട് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന സമരത്തിനിടയിൽ വന്നിട്ടില്ല എന്ന ഒരു പത്രവാർത്ത. അവസാനം ആ സമരം ആളിക്കത്തിയപ്പോ, വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോ, അപ്പൊ എല്ലാവർക്കും ഒരു ഐക്യദാർഢ്യം കാണിക്കണം. പക്ഷെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടാൽ അത് ഒരു വിഭാഗം വോട്ടർമാരെ ചൊടിപ്പിക്കുമോ എന്ന ഒരു ഭയമാണ് കോൺഗ്രസ്. ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്? അടുത്ത കാലത്ത് ഡൽഹിയിൽ ജഹാംഗീർപൂരിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ അടിച്ചു പൊളിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. CPIM എവിടെയുമില്ല, ഇടതുപക്ഷം എവിടെയുമില്ല എന്നാണല്ലോ പ്രചാരണം. എന്നാൽ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതാക്കളോ ഇത് തടയാനുണ്ടായിരുന്നു. ബുൾഡോസറിന്റെ മുന്നിൽ നിന്ന് കൈ ഉയർത്തിക്കൊണ്ട് ഇത് തടഞ്ഞത് അന്ന് സഖാവ് ബൃന്ദ കാരാട്ട്. കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ഇന്ന് എന്താ പറയുന്നത്? ഇന്ന് BJPക്കെതിരെ ഇന്ന് ജനാധിപത്യവും ഭരണഘടനയും എല്ലാം വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ സാഹചര്യം ഒരുക്കിയതാരാണ്? ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ഇടയിൽ എത്ര സമരം BJPക്കെതിരെ ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? ഞാൻ ആസാമിൽ ദരാംഗിൽ പോയിട്ടുണ്ട്. ആസാമിലെ ദരാംഗിൽ നിരവധി ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, ഇന്ത്യൻ പൗരന്മാർ, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ചുകൊണ്ട്, ബുൾഡോസർ രാജ് എന്നാണ് പറയുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ ഫ്ലോട്ട് സമ്മതിക്കാത്ത ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഇതും വെച്ചുകൊണ്ടുള്ള ഒരു ഫ്ലോട്ട് സമ്മതിക്കാൻ തയ്യാറാവാത്ത ഒരു കേന്ദ്ര സർക്കാർ. പക്ഷെ ഉത്തർപ്രദേശിൽ ആ റിപ്പബ്ലിക് ദിനത്തിൽ ബുൾഡോസർ മുന്നിൽ വെച്ചുകൊണ്ടാണ്
അങ്ങനെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം. ആസാമിൽ പോയപ്പോ വീടുകൾ ഒരു വീടും നല്ല നിലയിൽ എല്ലാം ഇടിച്ചു പൊളിച്ചിരിക്കുന്നു. മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ തമസ് എന്നൊരു ടെലിവിഷൻ സീരിയൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം നടന്നപ്പോ ആ കലാപവും മറ്റും കാണിക്കുന്നത് ഏകദേശം ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ദറാങ്കിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഒരു കൊല്ലപ്പെട്ട വെടിയേറ്റ് മരിച്ചു വീണ ഒരു പാവപ്പെട്ട കർഷകന്റെ മുകളില് ഒരു പത്രപ്രവർത്തകൻ നൃത്തമാടുന്നത് നിങ്ങൾ കണ്ടു കാണും. ആ രീതിയിലുള്ള ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് വരുമ്പോ BJP നേതാക്കൾ നമ്മളെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ ഒന്ന് കാണുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ നടപ്പിലാക്കുമെന്നറിയും. മണിപ്പൂരിന്റെ സ്ഥിതി എന്താണ്? 200-ലധികം കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരാരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവരല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത 7 MLA-മാർ കുക്കി വിഭാഗത്തിൽ നിന്ന് 7 MLA-മാർ BJPക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. അവിടെയാണ് ഈ കലാപം സൃഷ്ടിച്ചുകൊണ്ട് എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മെയ് മാസം മുതൽ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പരസ്യം ഇറക്കിയിരിക്കുന്നത്. എന്താണ്? അച്ഛാ മോദി യുദ്ധം നിർത്തി, ഇന്ത്യക്കാരെ ഉക്രൈനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മോദി യുദ്ധം നിർത്തി. ഒരു ഫോൺ കോൾ വഴി പുടിനുമായിട്ട് സംസാരിച്ച് മോദി യുദ്ധം നിർത്തിപ്പോയി. ഈ മണിപ്പൂർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കലാപഭൂമിയാണ്. എന്തെങ്കിലും ചെയ്തിട്ടില്ല. ഇതവർക്ക് പുതിയ ഒരു അനുഭവമൊന്നുമല്ല. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിൽ 2002 ഗുജറാത്ത് കലാപം നടന്നപ്പോ ഞാൻ ആദ്യത്തെ ഒരു ഫാക്ട് ഫൈൻഡിങ് ടീമിന്റെ ഭാഗമായി അവിടെ പോയിട്ടുണ്ട്. പള്ളികൾ നശിപ്പിച്ചിരിക്കുന്നു. പള്ളിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നു, യേ അന്തർ കി ബാത് ഹൈ നരേന്ദ്രമോദി സാത്ത് ഹൈ. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി, ഒരു ചെറിയൊരു മസാർ, ഒരു സൂഫി മസാർ, അത് ഇടിച്ചു പൊളിച്ച് അടുത്ത ദിവസം ടാറ് കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ BJPയെ പ്രതിരോധിക്കുന്ന രീതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ കഴിഞ്ഞ ഉത്തരാഖണ്ഡ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഹൽദ്വാനി എന്ന സ്ഥലത്ത് ഞാനും സഖാവ് ബൃന്ദാക്കാരായിട്ടും പോവുകയുണ്ടായിരുന്നു. ഏകദേശം 150 വർഷമായി ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹൽദ്വാനി. ആ ഹൽദ്വാനി എന്ന സ്ഥലത്ത് റെയിൽവേ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിയൊഴിപ്പിക്കുകയാണ്. അപ്പൊ അതിന് സുപ്രീം കോടതിയിൽ അത് ചാലഞ്ച് ചെയ്തുകൊണ്ട് കേസും. പക്ഷെ അതിനിടയിൽ തന്നെ ബുൾഡോസറെ വെച്ചുകൊണ്ട് വീട് നശിപ്പിച്ചു തുടങ്ങി. അതിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചവർ വെടിവെച്ചുകൊണ്ട് 6 പേര് കൊല്ലപ്പെട്ടു. ആ വീടുകൾ നമ്മൾ സന്ദർശിച്ചത്. ഡൽഹിയിൽ നിന്ന് ഒരു 5-6 മണിക്കൂർ യാത്രയെങ്കിലും ട്രെയിനിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഒരു നേതാവും അവിടെ പോയിട്ടില്ല. അവർ ഇതൊക്കെ ഒരു വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഒരു മൃദു ഹിന്ദുത്വ സമീപനം എടുത്തുകൊണ്ട് അതിൽ നിന്ന് BJPയെ പ്രതിരോധിക്കാം എന്നാണ് കോൺഗ്രസ് കാണുന്നത്. ഇന്നെന്താ സ്ഥിതി? നമ്മളെ ഇന്ത്യയിലെ സ്ഥിതി എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 400ഓളം കോൺഗ്രസ് നേതാക്കളാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. 400ഓളം കോൺഗ്രസ് നേതാക്കൾ.
മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ, മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഇവരെങ്ങനെ പ്രതിരോധം തീർക്കും? എന്തുകൊണ്ട് LDFനെ കൂടുതൽ ശക്തിപ്പെടുത്തണം? കഴിഞ്ഞ 2014 UPA ഒന്നാമത്തെ സർക്കാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കിയ നയങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസം തൊഴിലവസരങ്ങളും കൂലി ലഭിക്കുന്ന രീതിയിൽ ഇന്ന് വാഗ്ദാനം 200 ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും എന്നായിരുന്നു. ഇന്നെന്താ സ്ഥിതി? 50 ദിവസം പോലും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. കൂലിയാണെങ്കിൽ എത്രയോ മാസങ്ങളുടെ കൂലി ഇതുവരെ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അന്ന് UPA ഒന്നാമത്തെ സർക്കാരിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ആയതുകൊണ്ട് ഈ നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞു. വനാവകാശ നിയമം ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലപ്പോ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ഓരോ നിയമവും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് BJP എടുത്തിരിക്കുന്നത്. 3 കർഷക ദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ 1 വർഷത്തിലധികം നീണ്ടു നിന്ന സമരം, ആ സമരത്തിനിടയിൽ ഈ 3 നിയമങ്ങൾ, അതിനു മുമ്പും നമ്മൾ ശ്രദ്ധിച്ച് രാഷ്ട്രീയം ഈ ഡെവലപ്മെന്റ്സ് പഠിച്ചാൽ കോൺഗ്രസ് ഈ 3 നിയമങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം, കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകളുടെ മുകളില് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. ഇതേ 3 നിയമങ്ങളും BJP പാർലമെന്റ് വഴി നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത്രയും വ്യത്യാസം. ഈ നിയമങ്ങൾ വേണം എന്നതിൽ കോൺഗ്രസിനൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നവലിബറൽ നയങ്ങൾ എത്രയാ ദുരിതമായാലും കർഷകർക്കും തൊഴിലാളികൾക്കും അത് നടപ്പിലാക്കണം എന്നാണ് ഈ കോൺഗ്രസും BJP രണ്ടുപേരുടെയും അഭിപ്രായം. ഒരു ദിവസം 6 മണിക്കൂർ തൊഴിൽ എന്നാണ്, 8 മണിക്കൂർ തൊഴിൽ എന്നാണ്. അപ്പൊ അത് ഒരു ദിവസം 8 മണിക്കൂറല്ല, 12 മണിക്കൂറെങ്കിലും വേണം എന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും നിലപാട്. 12 മണിക്കൂർ തൊട്ടടുത്ത കർണാടകയിൽ നടപ്പിലാക്കിയതാണ്. അത് BJP കൊണ്ടുവന്നു ലേബർ കോഡ്, കർണാടകയിൽ കോൺഗ്രസ് അത് നടപ്പിലാക്കിയതാണ്. നമ്മൾ ഈ കേരളത്തിലെ സർക്കാർ, LDF സർക്കാർ, എല്ലാ പ്രതിസന്ധിയിലും ജനങ്ങളെ ഒപ്പം നിന്നൊരു സർക്കാരാണ്. കോവിഡ് കാലത്തെ 90 ലക്ഷത്തോളം പേർക്ക് ഫുഡ് കിറ്റുകൾ നൽകിക്കൊണ്ട് വേറെ എവിടെയെങ്കിലും നൽകിയിട്ടുണ്ടോ? തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര സർക്കാരാണ് ചേർത്ത് പിടിച്ച് നിന്ന ഒരു സർക്കാരാണ്. അപ്പൊ ഇന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 18ഓളം MP-മാരെയാണ് കേരളത്തിൽ നിന്ന് UDF-ന്റെ MP-മാരെയാണ് ജയിപ്പിച്ചു വിട്ടത്. പക്ഷെ ഈ 5 വർഷങ്ങൾക്കിടയിൽ കേരളത്തിനെതിരെ, ഓരോ നീക്കത്തിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഇവർ ശബ്ദിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? കേരളത്തിന് അവകാശപ്പെട്ട തുക നൽകുന്നില്ല എന്തെങ്കിലും സംസാരിച്ചു? കേരളത്തിന് അവകാശപ്പെട്ട അരി നൽകാൻ തയ്യാറാണ്. ഓഖി, നിപ്പ വന്നപ്പോ വേണ്ടുന്ന സഹായം ചെയ്യാൻ തയ്യാറല്ല. പ്രളയം വന്നപ്പോ സഹായം നൽകാൻ തയ്യാറല്ല. മറ്റ് രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അതും നൽകാൻ പാടില്ല എന്ന് നിലപാട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് എല്ലാ വിധത്തിലും ഇന്ത്യൻ ജനാധിപത്യവും സെക്യുലറിസവും ഭരണഘടനയൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇടതുപക്ഷം LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ട് പാർലമെന്റിൽ ഏറ്റവും ആവശ്യമാണ്. തീർച്ചയായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ
ഇടുക്കിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പ്രിയങ്കരനായ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നിരന്തരം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഓരോ വിഷയത്തിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പരിചയ സമ്പന്നനായ പാർലമെന്റിൽ ഇടപെടലും ഡീൻ കുര്യാക്കോസിനെ പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്ഥിതിയെന്ന്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വലിയ ഭൂരിപക്ഷത്തോടെ നിങ്ങൾ ജയിപ്പിച്ചു വിടണം. ഇത് ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, കേരളത്തിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലോട്ട് അയക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്.